വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ASR ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് മയണൈസ്. അപ്പോൾ അത് പച്ചമുട്ടയും എണ്ണക്കായ കാരണം കൊണ്ട് കഴിക്കാൻ എല്ലാവർക്കും പേടിയാണ്. അപ്പോൾ ഇനി ധൈര്യമായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാനിവിടെ മയണൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് ഞാൻ ചോറ് കട്ടിയുള്ളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാണ് ആക്കി വെച്ചിരിക്കുന്നത്. ഒരു ചട്ടി വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് മുട്ട ഒഴിക്കുന്നുണ്ട് കേട്ടോ. മുട്ട പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒഴിക്കുക. അപ്പോൾ നമുക്ക് കേടുണ്ടെങ്കിൽ അറിയും. നേരിട്ട് ചട്ടിയിൽ ഒഴിക്കുന്നതിനെക്കാട്ടി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് എടുക്കുമ്പോൾ അതിൽ വല്ല മഞ്ഞുണ്ണി കലങ്ങ് കേട് വന്നിട്ടുണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഞാനൊരു 2 മുട്ട വെച്ചിട്ടാണ് ഞാനിന്ന് മയണൈസ് ഉണ്ടാക്കുന്നത്. 2 മുട്ട ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടൻ്റെ വെള്ളക്കരു ഒന്ന് സോഫ്റ്റായി കിട്ടാനും മൊരിഞ്ഞു പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളമാണ്, പച്ചവെള്ളം, സാധാ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത് മുട്ടൻ്റെ 4 പുറത്ത് കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ചട്ടിൻ്റെ ചൂടൊന്ന് ബാലൻസ് ആവുകയും ചെയ്യും, മുട്ട മൊരിഞ്ഞു പോകില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ വെള്ളം വറ്റുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ചാൽ മതി. ഒരുപാട് ഒഴിക്കരുത്. ഒരുപാട് ഒഴിച്ചാൽ മുട്ട വെള്ളക്കളിയാവും. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നുള്ളൂ. അത് നമുക്ക് ചട്ടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മുട്ട ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനും. നമ്മൾ ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഈ മുട്ട വെന്ത് കിട്ടുന്നത്. അത് ആ മുട്ട വെള്ളം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് വെക്കുമ്പോഴേക്കും നല്ലപോലെ ഒന്ന് വെള്ളം വറ്റി കിട്ടും, മുട്ട ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ മുട്ടൻ്റെ വെള്ളം കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഇത്ര നേരം നല്ല സോഫ്റ്റാണ്. നമ്മൾ പുഴുങ്ങിയെടുക്കണം അതേപോലത്തെ സോഫ്റ്റാണ്. ശരിക്കും പുളിസൈയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മുട്ടൻ്റെ വെള്ള നല്ലപോലെ ഒന്ന് ക്രിസ്പി ആയി കിട്ടും. ഒന്ന് മൊരിഞ്ഞിട്ടുണ്ടാവും, ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നുമില്ല, നല്ല വെള്ള കളറിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കിയിട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ ആരും മറന്നു പോകുന്നത്. മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും പാകം പോലെ തന്നെ വെന്തിട്ടുള്ളൂ. ഇനി ഞാൻ അതിലേക്ക് വന്നിട്ട് 2 ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് 1 വെളുത്തുള്ളി എടുത്തിട്ട് നല്ലപോലെ കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. എനിക്ക് കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ നമുക്കിത് ഇങ്ങനെ പോരല്ലേ, അപ്പോൾ നമുക്കിത് കുറച്ച് ലൂസായി കിട്ടണ്ട. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. നിങ്ങൾക്ക് ലൂസ് പോലെ തന്നെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. കൂടുതലൊന്നും ഒഴിച്ചിട്ടില്ല. ഓയിൽ ഒഴിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നല്ല ലൂസായിട്ടാണ് കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് കട്ടിയാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓയിൽ ഒഴിച്ചത്. അപ്പോൾ ഒരു ലേശം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. എണ്ണ ഒഴിക്കുന്നതോറും ഇത് കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാടൊന്നും എണ്ണ ഒഴിച്ചിട്ടില്ല. 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കറക്കിയതിന് ശേഷം ഇതാണ് മയണൈസ്. അടിപൊളി മയണൈസാണ്, ഹെൽത്തി ആയിട്ടുള്ള മയണൈസാണ്. ഇതെല്ലാവർക്കും ഒരുപോലെ കഴിക്കുകയും ചെയ്യാം. ഇത്ര നേരം വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാമു അലൈക്കും, ബൈ. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ.